നമസ്കാരം. കാലിച്ചന്തയെ നണിപ്പിക്കുന്ന പ്രവർത്തനങ്ങളാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇന്നലെ നടന്നത് എന്ന് പറയേണ്ടി വരും. ജനപ്രതിനിധികളായ അധികാരത്തിൽ വന്നവർ സഭ്യമല്ലാത്ത വാക്കുകൾ കൊണ്ട് തങ്ങളുടെ യോഗ്യത തെളിയിച്ചപ്പോൾ മറ്റു ചിലർ ഗുണ്ടായിസം കൊണ്ട് സഭയ്ക്കുള്ളിൽ അഴിഞ്ഞാൽ. തിരുവനന്തപുരം കോർപ്പറേഷൻ തലസ്ഥാനത്തിന്റെ വികസനത്തിന്റെ ചർച്ചകളല്ല, ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും അവിശ്വാസ പ്രമേയങ്ങളും പരസ്പര കുറ്റപ്പെടുത്തലുകളും ചേർന്ന് ജനാധിപത്യത്തിന്റെ അന്തസ്സിനെ തന്നെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ നാടകവേദിയാവുകയാണ്. കോർപ്പറേഷനിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലുള്ള പോരാട്ടം സ്വാഭാവികമാണ്. എന്നാൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പിന്നിലാക്കി രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾ മാത്രം മുൻനിരയിലെത്തുമ്പോൾ അതിന് ഏറ്റവും വലിയ ഇരയാകുന്നത് സാധാരണ ജനങ്ങളാണ്. വൻ സമരങ്ങൾക്ക് മുന്നോടിയായി ഭരണസിരാ കേന്ദ്രമായ സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉണ്ടാകാറുള്ളത് പോലത്തെ സുരക്ഷാ വിന്യാസമായിരുന്നു തിങ്കളാഴ്ച കോർപ്പറേഷൻ ആസ്ഥാനത്ത് ഉണ്ടായിരുന്നത്. കന്റോൺമെന്റ് ACPയുടെയും SHOമാരുടെയും നേതൃത്വത്തിൽ പോലീസ് സംഘം കോർപ്പറേഷനിലുണ്ടായിരുന്നു. കൗൺസിൽ ഹാളിനുള്ളിലായിരുന്നു കൂട്ടയടിയല്ല. ഇതോടെ പോലീസിനും ഇടപെടുന്നതിന് പരിമിതി ഉണ്ടായി. ഭരണസ്തംഭനം ഉന്നയിച്ചും കാപ്പ കേസ് പ്രതിയായ വാഴോട്ടുകോണം കൗൺസിലറെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ട് കൗൺസിലിൽ പ്രതിപക്ഷം നടത്തിയ പ്രതിഷേധം എല്ലാ അർത്ഥത്തിലും കൈവിട്ടു പോവുകയായിരുന്നു. UDF BJP കൗൺസിലർമാർ തമ്മിലായിരുന്നു സംഘർഷം. കൗൺസിലർമാരുടെ കൈക്കും കഴുത്തിനും അടിയേറ്റു. വനിതാ കൗൺസിലർമാർക്കും സംഘർഷത്തിൽ പരിക്കേറ്റു. BJP കൗൺസിലറുടെ ഷർട്ടും സംഘർഷത്തിൽ കീറി. കൗൺസിലിൽ മേയർ VV രാജേഷ് എത്തിയ ഉടനെ KS ശബരിനാഥന്റെ നേതൃത്വത്തിൽ UDF കൗൺസിലർമാർ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റ് മുദ്രാവാക്യം വിളിച്ചു. കൗൺസിലർ സുഗതനെ പുറത്താക്കിയേ തീരുവെന്ന് UDF അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. ഇതിനിടെയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന മേയർ ഓഫീസ് ഉപരോധത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയായിരുന്ന കൗൺസിലർമാരായ AS സിന്ധു ശശി എന്നിവരെ വീൽചെയറിലിരുത്തി LDF അംഗങ്ങളും കൗൺസിൽ ഹാളിലേക്ക് കടന്നു വന്നത്. ഗുണ്ടാ നേതാവിനെ പുറത്താക്കുക, നഗരത്തെ ഗുണ്ടാ മുക്തമാക്കുക തുടങ്ങിയ മുദ്രാവാക്യങ്ങളായിരുന്നു പ്ലക്കാർഡുകളിൽ. മേയറുടെ സീറ്റിന് തൊട്ടുതാഴെ നിന്നായിരുന്നു LDF പ്രതിഷേധം. ഇതിനിടെ കൗൺസിൽ നടപടികൾ ആരംഭിക്കുകയാണ് എന്ന് മേയർ അറിയിച്ചു. തുടർന്നായിരുന്നു മന്ത്രി KM ഷാജിയുടെ വീഡിയോ സന്ദേശം പ്രദർശിപ്പിച്ച് പ്രധാനമന്ത്രി ആവാസ് യോജനയിൽ കോർപ്പറേഷന്റെയും സംസ്ഥാന സർക്കാരിന്റെയും നയം ഒന്നാണെന്ന് മേയർ പ്രഖ്യാപിച്ചത്. ഇതോടെ ബഹളം കൂടി. അജണ്ടകൾ ചർച്ച ചെയ്യണമെന്നും അംഗങ്ങൾ സഹകരിക്കണമെന്നും മേയർ ആവശ്യപ്പെട്ടുവെങ്കിലും പ്രതിപക്ഷം വഴങ്ങിയതുമില്ല. മറുപക്ഷത്ത് നിന്ന് BJP അംഗങ്ങളും കൂക്കുവിളിയും ആക്രോശവും നടത്തുന്നുണ്ടായിരുന്നു. അനിയൻ ബാവയും ചേട്ടൻ ബാവയും ഒന്നിച്ചാലും കോർപ്പറേഷനിൽ തങ്ങളുടെ ഭരണം തുടരുമെന്ന് BJP അംഗങ്ങൾ വിളിച്ചു പറഞ്ഞു. 700ഓളം അജണ്ടകളാണ് കൗൺസിലിൽ ഉണ്ടായിരുന്നത്. ബഹളം രൂക്ഷമായതോടെ ഇവയെല്ലാം പാസാക്കിയതായി പറഞ്ഞ് മേയർ കൗൺസിൽ പിരിച്ചുവിട്ടു. വെറും 7 മിനിറ്റിനുള്ളിലായിരുന്നു ഇതെല്ലാം നടന്നത്. കൗൺസിൽ പിരിഞ്ഞ ശേഷമായിരുന്നു UDF BJP കൗൺസിലർമാർ തമ്മിലുള്ള ഏറ്റുമുട്ടൽ. ഹാജർ ബുക്കിൽ സുഗതന്റെ പേരുള്ള ഭാഗം ഉയർത്തിക്കാട്ടി UDF ബഹളമുണ്ടാക്കി. തങ്ങൾക്ക് ഒപ്പിടാൻ ബുക്ക് തരുന്നില്ല എന്നാരോപിച്ച് ചെമ്പഴന്തി ഉദയൻ, VG ഗിരികുമാർ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ BJP കൗൺസിലർമാർ പാഞ്ഞെത്തുകയും ഇരുവിഭാഗവും തമ്മിൽ വാക്ക് തർക്കവും ഉണ്ടായി. ഇതിനിടെ ശബരിനാഥന്റെ കഴുത്തിനടിയേറ്റു. ചെമ്പഴന്തി ഉദയൻ, ഇരുഭാഗത്തെയും വനിതാ കൗൺസിലർമാർ എന്നിവർക്കും മർദ്ദനമേറ്റു. വാടാ പോടാ നീ ആരടാ വിളികൾ അന്തരീക്ഷത്തിൽ മുഴങ്ങി. 1 മണിക്കൂറോളം ഇത് നീണ്ടുനിന്നു. ശബരിനാഥനും ഉദയനും തമ്മിൽ ഷർട്ടിൽ പിടിച്ചു വലിച്ചായിരുന്നു ഉന്തും തള്ളും. ഉദയന്റെ ഷർട്ടും ഇതിനിടെ കീറി. പാളയം കൗൺസിലർ ഷേർലി, കേശവദാസപുരം കൗൺസിലർ അനിത എലക്സ്, ചെങ്കോട്ടുകോണം കൗൺസിലർ അർച്ചന മണികണ്ഠൻ, കാര്യവട്ടം കൗൺസിലർ സന്ധ്യാറാണി എന്നിവർക്കും മർദ്ദനമേറ്റു. 1 മണിക്കൂറിലേറെ നീണ്ട അടിപിടിക്ക് ശേഷം 4 മണിയോടെയാണ് എല്ലാവരും പിരിഞ്ഞുപോയത്. മർദ്ദനമേറ്റ ചെമ്പഴന്തി ഉദയൻ അടക്കമുള്ളവർ ചികിത്സ തേടി. തിങ്കളാഴ്ചത്തെ കൗൺസിൽ ഔദ്യോഗികമല്ലാതാക്കാൻ BJP ശ്രമിച്ചുവെന്നാണ് പ്രതിപക്ഷ ആരോപണം. രേഖകളോ മിനിറ്റ്സോ ഇല്ലാതെ കൗൺസിൽ നടന്നുവെന്ന് വരുത്തി തീർക്കുകയായിരുന്നു ശ്രമമെന്നും KS ശബരിനാഥൻ അടക്കമുള്ളവർ പറയുന്നു. ഇതുവഴി കാപ്പ കേസിൽ ജയിലിൽ കഴിയുന്ന വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെ രക്ഷിക്കാനായിരുന്നു ശ്രമമെന്നും UDF നേതാക്കൾ പറഞ്ഞു. എന്നാൽ ഇതെല്ലാം കെട്ടുകഥകളാണെന്നും മേയറുടെ ഓഫീസിൽ വന്നാൽ എപ്പോൾ വേണമെങ്കിലും ഹാജർ ബുക്കിൽ ഒപ്പിടാമെന്നും ഡിജിറ്റൽ തെളിവുകൾ കാണുമെന്ന് പ്രതിപക്ഷത്തിന് അറിയില്ലേ എന്നുമാണ് BJPയുടെ മറുചോദ്യം. അവിശ്വാസ പ്രമേയം ജനാധിപത്യത്തിന്റെ ഭരണഘടനാപരമായ അവകാശമാണ്. എന്നാൽ അതിനാവശ്യമായ സംഖ്യാബലം ഇല്ലെന്നറിയാവുന്ന സാഹചര്യത്തിലും അതിനെ ചുറ്റിപ്പറ്റി ഉയർന്ന രാഷ്ട്രീയ വിവാദങ്ങളും മറുവശത്ത് അതിനെ തള്ളിക്കളയുന്ന പ്രതികരണങ്ങളും ചേർന്ന് സൃഷ്ടിച്ച ചിത്രം ജനങ്ങൾ പ്രതീക്ഷിക്കുന്ന രാഷ്ട്രീയ പക്വതയുടേതല്ല. പരസ്പരം B ടീം എന്ന് വിളിച്ച് ആക്രമിക്കുന്ന രാഷ്ട്രീയ കക്ഷികൾക്കിടയിൽ നഷ്ടമാകുന്നത് ജനങ്ങളുടെ വിശ്വാസമാണ്. ജനങ്ങൾക്ക് ലഭിക്കേണ്ട ഭരണമാണ്. തലസ്ഥാന നഗരത്തിലെ കോർപ്പറേഷൻ മാലിന്യ സംസ്കരണം, കുടിവെള്ളം, നഗരാസൂത്രണം, പൊതുജന സേവനങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിൽ മാതൃകയാകേണ്ട സമയത്ത് രാഷ്ട്രീയ തന്ത്രങ്ങൾ വാർത്തകളുടെ കേന്ദ്രമാകുന്നത് കേരളത്തിന്റെ തദ്ദേശ ഭരണ സംവിധാനത്തിന് അഭിമാനകരമല്ല. ജനങ്ങൾ വോട്ട് നൽകിയത് രാഷ്ട്രീയ നാടകങ്ങൾ കാണാനല്ല, അവരുടെ നികുതി പണം ഉപയോഗിച്ച് കാര്യക്ഷമമായ ഭരണവും ഉത്തരവാദിത്വമുള്ള തീരുമാനങ്ങളുമാണ് അവർ പ്രതീക്ഷിക്കുന്നത്. ഇത് രാഷ്ട്രീയമല്ല, ജനങ്ങൾ ഏൽപ്പിച്ച ജനാധിപത്യത്തിന്റെ വിശ്വാസത്തെ പൊതുമധ്യത്തിൽ അപമാനിക്കുന്ന കാഴ്ചയാണ്.